ഹായ്, നമസ്കാരം. ഇന്ന് ടൈറ്റിൽ കണ്ട പോലെ ദുരന്തർ 2ൻ്റെ റിവ്യൂ ആണ്. അപ്പം ദുരന്തർ 2 കൊള്ളാം. കണ്ടിട്ട് വന്നു. നല്ല സ്റ്റോറി. അപ്പം എനിക്ക് ഇതിൽ എൻ്റെ സൈഡിൽ നിന്നുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോസിറ്റീവ് എന്ന് എടുക്കുമ്പം ആദ്യത്തെ പോയിൻ്റ് ഇതിൻ്റെ സ്റ്റോറി, ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ സൂപ്പറായിരുന്നു. പാട്രിയോട്ടിസം അങ്ങ് വാരി വിതറിയിക്കുക സിനിമയിൽ. നല്ലതാണ്, നല്ല രീതിക്ക് തന്നെ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഈ പാട്രിയോട്ടിസം നമ്മുടെ നാട്ടിൽ നടക്കുന്നതും നടന്നിട്ടുള്ളതും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി, റീലും എല്ലാം മിക്സാക്കി, പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് പോയിന്റ് ഞാൻ അതിലോട്ട് വരുമായിരുന്നു. ഇതിൻ്റെ സിനിമറ്റോഗ്രാഫി അടിപൊളിയാണ്. ഓവർ എഫക്ട്സ് ഒന്നും ഇല്ലാതെ CG ആയിരുന്നാലും VFX ഒക്കെ ഓവർ ആകാതെ കറക്റ്റായിട്ട് എത്രയാണോ അതിൻ്റെ റേഷ്യോ വേണ്ട അതിന് ഏറ്റതുപോലെ തന്നെ ആ സിനിമറ്റോഗ്രാഫി ഇട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് ഓരോരോ സീൻസും സ്ക്രീൻ പ്ലേക്ക് ലിങ്ക് ആവുന്ന രീതിക്ക് സ്റ്റോറിയാണ് അതിൻ്റെ വലിയൊരു ബലം. പിന്നെ അതിൻ്റെ സിനിമറ്റോഗ്രാഫി. പിന്നെ മൂന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിക്ക് തന്നെ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓരോരോ സീൻസിനും നല്ല ഒരു സപ്പോർട്ടീവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് ആ സീൻസിൻ്റെ വെയിറ്റേജിനനുസരിച്ച് തന്നെ ആ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അനാവശ്യമായിട്ട് മ്യൂസിക് ഇട്ടിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഒരു രോമാഞ്ചം വരുന്ന രീതിക്കുള്ള മ്യൂസിക് തന്നെയാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ക്യാരക്ടർ വെയിറ്റേജ് ആണ്. റൺവീറിന് മാത്രമല്ലാതെ കൂടെ അഭിനയിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ക്യാരക്ടറിന് എത്രയാണോ വെയിറ്റേജ് കൊടുക്കേണ്ടത്, വെറുതെ ഒന്നും ഒരു ക്യാരക്ടേഴ്സും ഇല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂവിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലെ ഒന്നും അല്ലാതെ എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും ആ റോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ആ ഒരു സ്ക്രീൻ പ്ലേയിൽ കറക്റ്റായിട്ട് ഒരു പാസേജ് ഒരുക്കി അതിനെ കറക്റ്റായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്ക് തന്നെയായിരുന്നു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെയായിരുന്നു എനിക്ക് പോസിറ്റീവായിട്ട് ദുരന്തർ 2നെ കുറിച്ച് തോന്നിയത്. പിന്നെ ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്, സിനിമ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഇച്ചിരി ലാഗിങ് ആയിട്ട് തോന്നി. ചില പോയിന്റ്സിൽ അത് കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ആക്കിയിരുന്നെങ്കിൽ ഇത്രയും ലെന്തി ആയിട്ട് സിനിമ ഉണ്ടാവുമോ, മേ ബി കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് സ്ക്രീൻ ടൈമാണ്. സ്ക്രീൻ ടൈം വന്ന് എല്ലാവർക്കും ഒരു ഇഷ്യൂ ആവും. നമ്മൾ ഈ ഇതിന് വേണ്ടി പ്ലാൻ ചെയ്ത് പോകണം. മോർണിംഗ് ഷോ ഒക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. എന്നാലേ ലഞ്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങുവാണെങ്കിൽ ലഞ്ച് ചിലപ്പോൾ മിസ്സാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർ ഒരുപാട് സമയം ഇതിനകത്ത് ഇരിക്കുമ്പം ചില സമയത്തിൽ ഒരു മുഷിവ് തോന്നാം. ഈവൻ ഫസ്റ്റ് പാർട്ട് 3-3.25 മണിക്കൂർ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് പാർട്ടിൽ ഈ 3.25 മണിക്കൂർ ആയിരുന്നാലും പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മളങ്ങ് ഇറങ്ങിപ്പോകും. നമ്മൾ ഒരു മുഷിവും തോന്നത്തില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് അങ്ങനെയല്ല. ചില സമയത്ത് നമുക്ക് അതിൻ്റെ ലാഗിങ് കാരണം 4 മണിക്കൂർ ആയോ ഇല്ലയോ എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ വാച്ച് നോക്കും നമ്മൾ, സമയം ആയോ കഴിഞ്ഞോ പോവാമോ എന്ന് വെച്ചിട്ട്. പിന്നെ അഡീഷണലായിട്ട് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് 2 പോയിന്റ് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, സീറ്റ് ബുക്ക് ചെയ്യുമ്പം നല്ല ലെഗ് സ്പേസ് ഉള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് നോക്കി ബുക്ക് ചെയ്യണം. കാരണം 4 മണിക്കൂർ അല്ലെങ്കിൽ നല്ല മുഷിവായിരിക്കും. വളരെ ടൈറ്റായിട്ട് സെൻറ്ററായിട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്നാൽ നിങ്ങളുടെ കംഫർട്ട് നോക്കി തന്നെ സീറ്റ് ബുക്ക് ചെയ്യണം. ഒരുപാട് സമയമാണ്. ചില സമയത്ത് നമ്മൾ മടുപ്പ് തോന്നുന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ട് അത് നോക്കി ബുക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഫിലിം ആദ്യം തന്നെ സർട്ടിഫൈഡ് ആണ്, എ റേറ്റഡ് ആണ്. അപ്പം പിള്ളേരെ കൊണ്ടുപോകുന്നത് അത്ര റെക്കമെൻഡഡ് അല്ല. തീരെ തിയേറ്ററിൽ കയറി ഉറങ്ങുന്ന പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല. അല്ല സിനിമ കാണുന്ന പിള്ളേരാണെങ്കിൽ ഒരുപാട് സീൻസൊക്കെ കാണാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വയലൻസാണ്. വയലൻസിൻ്റെ അങ്ങ് അറ്റം നിറയെ സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ പിള്ളേർ കാണാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇതിനൊരു മാർക്കെന്ന് വെച്ചാൽ 9/10 കൊടുക്കാൻ. അതിന് നല്ലൊരു മൂവിയാണ്. പോയി കാണുക. തിയേറ്ററിൽ കാണാനുള്ള മൂവിയാണ്. ഐമാക്സ് ആയിരുന്നാലും നോർമൽ സ്ക്രീൻ ആയിരുന്നാലും 500, 600, 700 ടിക്കറ്റ് കൊടുത്താലും അത്രയ്ക്കുള്ളത് ഈ മൂവിക്കകത്തുണ്ട്. നല്ല മൂവി, പോയി കാണുക. ദുരന്തർ 2 മിഷൻ അക്കംപ്ലിഷ്ഡ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ 10-40 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത മൂവിയിൽ വീണ്ടും റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.